ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ റെക്സ് ബിഗോണി എന്ന അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ലീവ്സോട് കൂടിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂച്ചെടികൾ നട്ടു കൊടുത്താലും ഇനി അത്ര ഭംഗിയായിട്ട് നമ്മുടെ വേനൽക്കാലത്തുള്ള പോലെ വലുതാവുക പൂക്കളിട്ട് അത്ര ഭംഗിയായിട്ട് വരെയുമില്ല. അപ്പോൾ ഈ ഒരു മഴക്കാലം നമുക്ക് കൂടുതൽ ഇതുപോലെയുള്ള നമ്മുടെ ഇലച്ചെടികൾ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ റെക്സ് ബിഗോണിയെ നമ്മുടെ ഗാർഡനിൽ എങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണും ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിന് വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ജസ്റ്റ് മണ്ണ് മാത്രമേ ഉള്ളൂ. കാരണം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് 3 വിധത്തിലാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇലയോട് കൂടിയ ഒരു തണ്ട്, അല്ലെങ്കിൽ ആ തണ്ടിൻ്റെ ഒരു ഭാഗം കുറച്ച് ഒടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ പിടിപ്പിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തണ്ടോട് കൂടി ഒരു ഇല കിട്ടണമെങ്കിൽ അതിനെ വെള്ളത്തിലിട്ടായാലും പിടിപ്പിക്കാം. പക്ഷേ വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് പിടിച്ച് വരാൻ, ആ വേരൊക്കെ വരാൻ. പക്ഷേ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വേഗം സ്പീഡിൽ പിടിക്കുന്ന ഒരു ചെടിയാണ്. പിടിച്ച് കിട്ടാനൊരു ടൈം എന്നുള്ളൂ. ഇപ്പം ഞാൻ ഇതിന് തണ്ട് ഒടിച്ചിട്ടാണ് പുതിയ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ പതിയെ അതിന് മറ്റ് സൈഡിലെ തണ്ടുകൾക്ക് ഡാമേജ് ഒന്നും കൂടാതെ ഇതേപോലെ പതുക്കനെ പൊക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ സൈഡിലൊക്കെ വേരുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം പിടിച്ചോളും. ഇതുപോലെ നട്ടു കൊടുത്താൽ വേഗം പിടിച്ചോളും, കാരണം കണ്ടോ അടിയിൽ ഇതിൻ്റെ വേരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആദ്യം നടുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള ഇലകളൊക്കെ ചിലപ്പോൾ വാടിപ്പോവാം. എന്നാലും ആ തണ്ടോടും വേരോടും കൂടി നടന്നുകൊണ്ട് തന്നെ അതവിടെ വേഗം പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഒടിച്ചെടുത്ത ഈ ഒരു തണ്ടിനെ ചെറിയതായിട്ട് ഒരു കുഴി എടുത്തിട്ട് ഈ പുതിയ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കണം. ഒത്തിരി താത്തി നടേണ്ട കാര്യമില്ല, കാരണം ഇതുപോലെ തണ്ട് പൊന്തി നിൽക്കുന്ന ഒരു ചെടിയാണ്. ചെറുതായിട്ട് ഒരു കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കാണ് നമ്മൾ. ഇനി ഈ ചെടീനെ എങ്ങനെയാണ് കെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മാത്രം മതി, കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും തണ്ട് ഒടിച്ച് നട്ടതാണ്. പെട്ടെന്ന് ഒത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലുള്ളൊരു ചെടിയാണ്. എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഡെയിലി വാട്ടറിംഗ് എന്ന് ഞാൻ പറയില്ല, അതിന് ആവശ്യത്തിന് അതിൻ്റെ നമുക്കറിയാമല്ലോ മണ്ണിൻ്റെ ഈർപ്പം അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയോ. സിറ്റ് ഔട്ട് ഗാർഡനിങ് പറ്റിയ അടിപൊളി ഒരു ചെടിയാണ് റെക്സ് ബിഗോണി. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് പൂക്കൾക്ക് തുല്യമായിട്ട് വെക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ ലീവ്സ് ഉണ്ടോ ഞാൻ കളയുന്നത്? അത് ഭയങ്കരമായിട്ട് സൺലൈറ്റ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ കേട്ടോ. ഞാൻ നേരത്തെ പറിച്ചിട്ട് ആ വേര് കണ്ടോ, വേരുള്ള തണ്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ വേരോട് കൂടിയുള്ള തണ്ട് നമ്മൾ പറിച്ച് നടുമ്പോൾ വേഗം പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഒരു തണ്ട് ഇലയോട് കൂടിയുള്ളത് നട്ടു കൊടുക്കാം. അതെ, സൺലൈറ്റ് ഇതിന് ആവശ്യമാണ്, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഈ ഇലകളിലൊക്കെ കാണാൻ പറ്റുന്നത് ഒരു പൊള്ളി പോലെ ഇരിക്കുന്നുണ്ടോ ഇല. അത് ഈ സൺലൈറ്റ് ഒത്തിരി കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് വരുന്ന ഡാമേജാണ്. അപ്പോൾ ഒത്തിരി സൺലൈറ്റ് വേണ്ട, എന്നാൽ ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഡബിൾ കളേഴ്സൊക്കെ ആയിട്ട് വരും. കൂടാതെ ഇത് ഒരുമാതിരി കഴിയുമ്പോൾ ഇതുപോലെ പിങ്ക് കളറിൽ ചെറിയ പൂക്കളിടും. നല്ല ഭംഗിയായിട്ട് അങ്ങനെ പൂക്കളും കൂടി ഇട്ട് ആ ലീവ്സിൻ്റെ ഇടയിൽ കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ പിടിച്ച് കിട്ടിയ എളുപ്പത്തിൽ ചെടി നിറയെ ഇത് ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി വളമിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒത്തിരി വളമിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീവ്സ് ഭയങ്കര ആന പോലെ വലുതായി വരും. അങ്ങനെ ഒത്തിരി വലിയ ലീവ്സായിട്ട് ചെടിച്ചട്ടിയിൽ നിൽക്കണേക്കാളും ഭംഗി ചെറിയ ചെറിയ ലീവ്സായിട്ട് ഇത് ഭംഗിക്ക് നിൽക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വളമിട്ട് കൊടുത്താൽ മതിയാവും. ആ കാര്യം ശ്രദ്ധിക്കണം, കാരണം ഒത്തിരി വലിയതായിട്ട് വന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ചെടി കാണാൻ. ഇതിനെ വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കാനാണെങ്കിൽ ഈ ഒരു ഇലയോട് കൂടി തണ്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. വെള്ളത്തിൽ ഒരു മാസമൊക്കെ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുകയും വേണം. എന്നിരുന്നാലും വേഗത്തിൽ പിടിച്ച് വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ഇലകൾ ഇഷ്ടം പോലെ വന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെക്സ് ബിഗോണിയ എന്നുള്ള പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.